നിങ്ങൾ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ പലതരം സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്തിട്ട് ഇപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു റിസൾട്ട് നേടാൻ സാധിക്കാത്തവരാണെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോ മതി നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് കരിയർ തന്നെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. സോ ട്രസ്റ്റ് മീ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് CPR ആണ്. CPR എന്ന് പറയുന്നത് സെൻട്രൽ പിവറ്റ് റേഞ്ച് എന്ന് പറയുന്ന ഒരു ടൂൾ ആണ്. ഇത് ശരിക്കും പിവറ്റ് എന്താണെന്ന് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിവറ്റ് എന്ന് പറയുന്നത് തലേ ദിവസത്തെ ട്രേഡ് ചെയ്ത പ്രൈസിന്റെ ഹൈ ലോ ക്ലോസ് അതിന്റെ ഒരു ആവറേജ് ആണ് നമുക്ക് പിറ്റേ ദിവസം പിവറ്റ് എന്ന് പറയുന്ന ഒരു റെഫറൻസ് പോയിന്റ് അല്ലെ, ഒരു പ്രൈസ് ലെവൽ. സോ പിവറ്റ് ഒരു പ്രൈസ് ലെവൽ മാത്രമാണ്. സോ നമുക്കറിയാം ഈ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലൈനോ സിംഗിൾ പ്രൈസോ അല്ല അല്ലെ, ഒരു സോണാണത്. അപ്പൊ അങ്ങനെ ഒരു സോൺ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിവറ്റിനെ ഒന്നും കൂടി പരിഷ്കരിച്ച് സെൻട്രൽ പിവറ്റ് റേഞ്ച് എന്ന് പറയുന്ന ഒരു സോണിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ സെൻട്രൽ പിവറ്റ് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാൻ പറ്റും, ഈ സെൻട്രലിൽ വരുന്ന ഒരു ലൈൻ, ഇങ്ങനെ ഒരു 3 ലൈൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ സെൻട്രൽ പിവറ്റ് റേഞ്ച് എന്ന് പറയുന്ന ഒരു സോൺ ആണ്. നമുക്ക് ഇങ്ങനെ ഒരു 3 ലൈൻ ആയിരിക്കും ഉണ്ടാവും. ഇത് സെൻട്രൽ പിവറ്റ്, താഴെയുള്ളത് ബോട്ടം പിവറ്റ്, ടോപ്പിലുള്ളത് ടോപ്പ് പിവറ്റ് അല്ലെ. ഇങ്ങനെ ഒരു 3 ലൈൻ ആയിരിക്കും ഉണ്ടാവുക. ഇതിനെയാണ് നമ്മളൊരു സോൺ എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ സെൻട്രൽ പിവറ്റ് റേഞ്ച് എന്ന് പറയുന്ന ഒരു സോൺ ആയിട്ട് നമ്മൾ വിളിക്കുന്നത്. സോ ഇതിന്റെ കാൽക്കുലേഷൻ, അതായത് ഈ ടോപ്പ് പിവട്ടും ബോട്ടം പിവട്ടും എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടാവുന്നതാണ്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഈ ടൂള് നമുക്ക് ഈ കാൽക്കുലേഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി തരുന്നതായിരിക്കും. നമ്മൾ ജസ്റ്റ് അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പിവറ്റിന്റെ ആ ഒരു റേഞ്ച് അവിടെ പ്ലോട്ട് ആയിട്ടുണ്ടാവും. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേയിലേക്കുള്ള പിവറ്റും കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇന്നത്തെ ഈ ഒരു റേഞ്ച് ഏതാണ് എന്നുള്ളത്, നമുക്കിത് ഏതാണ് ഈ റേഞ്ച്, അതായത് ഈ സപ്പോർട്ട് അല്ലെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഈ ഒരു റേഞ്ച് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ബ്രോക്കറുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ CPR എന്ന് പറയുന്ന ടൂൾ ഉണ്ടോ നോക്കുക. ഞാൻ യൂസ് ചെയ്യുന്ന ഫയേഴ്സ് ആണ്. ഫയേഴ്സിൽ CPR എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ആ ടൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഈ ഒരു റേഞ്ച് അവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. സോ നമുക്ക് പിറ്റേ ദിവസത്തേതും കൂടി നമുക്ക് തലേ ദിവസമേ ലെവൽ അറിഞ്ഞു വെക്കാം. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നാളത്തെ ട്രേഡ് എങ്ങനത്തെ ട്രെൻഡ് ആയിരിക്കും, നാളത്തെ പ്രൈസിന്റെ ആക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സോ നമ്മൾ ഇവിടെ ജസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് നമ്മൾ CPR എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഓട്ടോമാറ്റിക്കലി ഇത് വരും. വന്നതിന് ശേഷം അത് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാനിത് ഓൾറെഡി ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ഈ ചാർട്ടിനെ ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ്, അതായത് ഇൻട്രാഡേ ട്രേഡിംഗ് ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. സോ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാർട്ടിൽ ഇപ്പോൾ കാണാൻ പറ്റും ഒരു 3 ലൈൻ. സോ നമുക്ക് ഇങ്ങനെ ഒരു 3 ലൈൻ ആയിരിക്കും ഉണ്ടാവുക. അതായത് നമുക്ക് തലേ ദിവസത്തെ പ്രൈസിന്റെ ഹൈ, ലോ, ഹൈ അല്ലെങ്കിൽ ലോ ക്ലോസ് വെച്ചിട്ട്, അതായത് തലേദിവസത്തെ പ്രൈസിങ് ഇതാണ്. സോ ഇതിന്റെ ഒരു ഹൈ ലോ ക്ലോസ് വെച്ചിട്ട് നമുക്ക് CPR കിട്ടും. CPR എന്ന് പറയുന്നത് സെൻട്രൽ പിവട്ടും അതിന്റെ 2 റേഞ്ചുകളും, അപ്പർ റേഞ്ചും ബോട്ടം റേഞ്ചും നമുക്ക് ഇങ്ങനെ കിട്ടും. സോ ഇങ്ങനെ ഒരു 3 ലൈൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഈ ഇതിന്റെ വിഡ്ത്ത് നമ്മൾ നോക്കുക. ഇപ്പം വിഡ്ത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് തലേദിവസത്തെ പ്രൈസിന്റെ ആ ഒരു റേഞ്ച് വെച്ചിട്ടായിരിക്കും ഇതിന്റെ ഒരു വിഡ്ത്ത് വരിക അല്ലെ. തലേദിവസം ഒരു വൈഡ് റേഞ്ച് ആണെങ്കിൽ നമുക്ക് ഒരു വൈഡ് CPR കിട്ടും. തലേദിവസത്തെ റേഞ്ച് നാരോ ആണെങ്കിൽ നമുക്കൊരു നാരോ CPR ആയിരിക്കും പിറ്റേന്ന് കിട്ടുക. സോ നമുക്ക് ഈ ടൂൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഡെയിലി പിവട്ട്, ഡെയിലി PBC, ഡെയിലി TC എന്നുള്ള ആ ഒരു 3 മാത്രം സെലക്ട് ചെയ്ത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ 3 ലൈൻസ് നമുക്ക് ഇതിൽ വരുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഇത് CPR പ്ലോട്ട് ആവും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഇതുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. സെറോദയുടെ കൈറ്റിലൊന്നും നമുക്ക് ഈ CPR ഇത്രയും ഇതായിട്ട് അവൈലബിൾ അല്ല. സോ ഞാൻ യൂസ് ചെയ്യുന്ന ഫയേഴ്സ് ആണ്. അപ്പം ഫയേഴ്സിൽ ഇത് വളരെ നന്നായിട്ട് തന്നെ ഇവർ ഈ ടൂള് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഫയേഴ്സിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ഫയേഴ്സിന്റെ ഡിമാറ്റ് അക്കൗണ്ട് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. സോ അതിനകത്ത് ഈ ഒരു ടൂള് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് അപ്പം ജസ്റ്റ് ടൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഇന്നത്തത് ട്രേഡിങ്ങിനെ വെച്ചിട്ട് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എന്തായിരിക്കും റേഞ്ച്, എവിടെയായിരിക്കും പിവട്ട് വരിക എന്നുള്ള സോൺ നമുക്ക് ഇന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നാളെ രാവിലെ മാർക്കറ്റ് എവിടെയാണോ ഓപ്പൺ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി തന്നെ അനലൈസ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. സോ ഇന്ന് നമ്മൾ നോക്കാം. ഇന്ന് ശരിക്കും ഇന്നലത്തേനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ആവറേജ് വിഡ്ത്തുള്ള ഒരു CPR ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ അതായത് ഇന്നലത്തെ റേഞ്ച് അത്യാവശ്യം
വലിയൊരു റേഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ CPRന് വിട്ട് എന്ന് പറയുന്ന ഒരു ആവറേജ് വിട്ട് ഉണ്ട് അല്ലെ. തലേ ദിവസം നാരോ റേഞ്ചിലാണ് ട്രേഡ് നടന്നതെങ്കിൽ നമുക്ക് ചെറിയൊരു നാരോ CPR ആയിരിക്കും കിട്ടുക. അപ്പൊ നാരോ CPR വരുന്ന ദിവസം ട്രെൻഡിങ് മൂവ് ഉണ്ടാവും, ഒന്നെങ്കിൽ അപ് സൈഡ് അല്ലെങ്കിൽ ഡൗൺ സൈഡ് ട്രെൻഡിങ് മൂവ്. ആവറേജ് CPR ആണെങ്കിൽ വിട്ടെങ്കിൽ നമുക്കൊരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് അല്ലെ ബിയറിഷ് ഡേ ആയിരിക്കും ഉണ്ടാവുക. അതേസമയം നല്ല വൈഡ് ആയിട്ടൊരു CPR ആണ് നമുക്ക് ഉള്ളതെങ്കിൽ അന്ന് മോസ്റ്റ്ലി സൈഡ് വേസ് അല്ലെങ്കിൽ ചോപ്പി മാർക്കറ്റ് ആയിരിക്കും ഉണ്ടാവുക എന്നതാണ് CPR കൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഇന്നലെ നോക്കുവാണെങ്കിൽ ഒരു നാരോ CPRും ഇന്നൊരു ആവറേജ് CPR ആണ് ഉള്ളത് അല്ലെ. അപ്പൊ നാരോ CPR ആയതുകൊണ്ട് തന്നെ ഇന്നലെ നോക്കുക നല്ല രീതിയിൽ ഒരു ഡൗൺ ട്രെൻഡ് നമുക്ക് കിട്ടി. സോ 98% CPRന്റെ വിഡ്ത്ത് അനുസരിച്ചിട്ട് മാർക്കറ്റിന്റെ റേഞ്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇന്നൊരു ആവറേജ് CPR ആയതുകൊണ്ട് നമുക്ക് ഒരു മോഡറേറ്റ് ട്രെൻഡിങ് ഡേ ആണ് കിട്ടിയത്, അതായത് മോഡറേറ്റ് ബുള്ളിഷ് ഡേ ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, സോ നമുക്ക് ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ എൻട്രീസ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഇന്ന് മാർക്കറ്റിന്റെ റേഞ്ച് CPR റേഞ്ച് ഇതാണെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെച്ചു. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലായി. അതിനുശേഷം നമ്മൾ ഇന്ന് പ്രീ ഓപ്പൺ മാർക്കറ്റ് രാവിലെ 9:08 ക്ലോസ് ചെയ്തപ്പോൾ നമ്മുടെ ലൈവ് മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നുള്ളത് നമുക്ക് ഹിന്റ് കിട്ടി അല്ലെ. സോ ഓട്ടോമാറ്റിക്കലി CPRന്റെ താഴെയാണ് ഓപ്പൺ ആകുന്നത്, അതായത് സെൻട്രൽ പിവറ്റ് റേഞ്ചിന്റെയും ബോട്ടം പിവറ്റ് റേഞ്ചിന്റെയും താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സും ടോപ്പ് CPRന്റെയും സെൻട്രൽ CPRന്റെ മുകളിലാണ് പ്രൈസ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സും ആണ് മാർക്കറ്റ് ഉണ്ടാവുക. അതാണ് CPR ബേസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ ഇന്ന് ശരിക്കും ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് മാർക്കറ്റിൽ ഉള്ളത്. CPRന്റെ താഴെ ഓപ്പൺ ആയി. സോ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് പ്രൈസ് ആക്ഷൻ തന്നെ നോക്കുമ്പോൾ പ്രീവിയസ് ഡേ ലോഡ് അവിടെ നിന്ന് നല്ല രീതിയിൽ ബയ്യർ ആക്റ്റീവായിട്ട് സപ്പോർട്ട് എടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ. പ്രീവിയസ് ഡേ ലോഡ് നിന്ന് അവിടെ വരെ നല്ല രീതിയിൽ റെഡ് ക്യാൻഡിൽ വന്നു, ഓട്ടോമാറ്റിക്കലി എല്ലാവരും താഴേക്ക് പോകുന്നു പറഞ്ഞ മാർക്കറ്റ് പെട്ടെന്ന് തന്നെ ബയ്യർ ആക്റ്റീവായിട്ട് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഒരു ബുള്ളിഷ് പ്രൈസ് ആക്ഷൻ നമുക്ക് അവിടെ തന്നു. പക്ഷെ അത് CPRന്റെ താഴെ തന്നെയാണ് ക്ലോസിംഗ് തന്നിരിക്കുന്നത് നമ്മളിവിടെ. അതുകൊണ്ട് നമ്മളൊരു ലോങ് എൻട്രി ഇപ്പൊ എടുക്കില്ല. സോ നമ്മളുടെ CPRനെ ബേസ് ചെയ്തിട്ടുള്ള എൻട്രി എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവിടെ നോക്കുക, രണ്ടാമത്തെ ഒരു ക്യാൻഡിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ മോഡലിൽ ബീറിഷ് ക്യാൻഡിൽ വന്നു, അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നതിന് ശേഷം വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ അവിടെ വന്നു അല്ലെ. അപ്പൊ ആ റെഡ് ക്യാൻഡിൽ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് CPRനെ ബേസ് ചെയ്തിട്ട് ഒരു ഷോർട്ട് എൻട്രി ഉണ്ട്, അല്ലെങ്കിൽ താഴേക്ക് ഒരു സെൽ എൻട്രി നമുക്കുണ്ട് അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, ആ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ഉടനെ തന്നെ നമ്മളൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും, അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ സെൽ ചെയ്യും. അതല്ലെങ്കിൽ സ്റ്റോക്കിലാ സംഭവിക്കുന്നത് നമ്മളൊരു ഷോർട്ട് സെൽ അവിടെ എടുക്കും അല്ലെ. സോ എന്നിട്ട് നമ്മൾ അതിന്റെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യും, ആ CPRന്റെ മുകളിലോ അല്ലെങ്കിൽ ആ റെഡ് ക്യാൻഡിലിന്റെ മുകളിലോ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കും. CPRന്റെ മുകളിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാന്ന് വെച്ചോളൂ. ഓക്കെ, CPRനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ റെഡ് ക്യാൻഡിലിൽ നമ്മൾ ഷോർട്ട് സെല് ചെയ്തതിന് ശേഷം നമ്മൾ CPRന്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഷോർട്ട് എൻട്രി ആണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ CPRനെ ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് എൻട്രി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് അവിടെ വരച്ചിടാം. അതായത് ആ റെഡ് ക്യാൻഡിൽ ലോ ക്ലോസ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഷോർട്ട് എൻട്രി എടുക്കുന്നു. അതിനുശേഷം ആ ക്യാൻഡിൽ തൊട്ട് മുകളിൽ നമ്മൾ വെക്കുന്നു. ഒരു 1:2 റേഷ്യോ എന്നുള്ള രീതിയിൽ നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെക്കുന്നു. സ്വാഭാവികമായിട്ട് മാർക്കറ്റ് അത് നമുക്ക് ടാർഗറ്റ് തന്നോ? ഇല്ല അല്ലെ. നമുക്കൊരു ചെറുതായിട്ടൊന്ന് നമ്മുടെ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് വന്നു, പ്രീമിയത്തിൽ ഒരു 10-12 പോയിന്റ് നമുക്ക് തന്നതിന് ശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് നേരെ തിരിഞ്ഞു പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. ഓക്കെ, സോ നമ്മൾ അപ്പം തന്നെ എക്സിറ്റ് അടിക്കുക. സോ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പാർട്ടാണ് അല്ലെ. നമ്മളൊരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോസ് വരും. നമ്മളൊരു ഷോപ്പ് റൺ ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാ സാധനവും നമ്മൾ വിറ്റ് പോകണമെന്നില്ല അല്ലെ. എന്ന് പറഞ്ഞ പോലെ മാത്രമേ ഉള്ളൂ ട്രേഡിങ്ങിൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇതിന്റെ ഒരു ഭാഗമാണ്. ആ ലോസ് നമ്മുടെ റിസ്കിന്റെ അകത്ത് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ആ ട്രേഡിനെ മാനേജ് ചെയ്യുന്നിടത്താണ് നമ്മുടെ സക്സസ്. സോ ഒരിക്കലും സ്റ്റോപ്പ് ലോസ് വന്നു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ട്രേഡർ അല്ല, അല്ലെങ്കിൽ ഇതൊരു നാണക്കേട് വിചാരിക്കരുത്. സ്റ്റോപ്പ് ലോസ് ഇതിന്റെ ഭാഗമാണ്. ഒരു ട്രേഡർക്കും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യിക്കാതെ ട്രേഡ് എടുക്കാൻ സാധിക്കില്ല. സോ നമ്മൾ ഒന്നും മടിക്കരുത്. നമ്മുടെ ട്രേഡ് അവിടെ ഇൻവാലിഡ് ആയി, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, നമ്മൾ ആ ലോസ് ബുക്ക് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എത്ര പോയിന്റ് നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മളവിടെ റിസ്ക് ഡിഫൈൻ ചെയ്ത് വെച്ചു. നമ്മൾ ആ സ്റ്റോപ്പ് എൻട്രി എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് ഇത്ര ലോസ് വരുന്നുള്ളൂ അല്ലേ. ഏകദേശം ഒരു 44 പോയിന്റ് നിഫ്റ്റിയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. അപ്പം പ്രീമിയത്തിൽ ഏകദേശം ഒരു 22 പോയിന്റ് നമുക്ക് നഷ്ടപ്പെടും അല്ലെ. 22 പോയിന്റ് നമുക്ക് 22 അല്ലെങ്കിൽ 23 പോയിന്റ് നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു. ഓക്കെ, നോ പ്രോബ്ലം. സോ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും വെയിറ്റ് ചെയ്യുക, അടുത്ത പ്രൈസ് എന്താണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും മാർക്കറ്റ് നെഗറ്റീവിൽ നിൽക്കുന്നു, അത് തിരിച്ച് പോസിറ്റീവിലേക്ക് ആകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. നോക്കൂ, ആ CPR എന്ന് പറയുന്ന സോൺ
വളരെ നല്ല രീതിയിൽ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു അല്ലെ. അപ്പൊ നമ്മുടെ നെഗറ്റീവ്നെസ് അവിടെ മാറി പോസിറ്റീവ്നെസ് വന്നു. സോ നമുക്ക് അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡർക്ക് അവിടെ വെച്ച് തന്നെ ഒരു കോൾ ഓപ്ഷൻ വാങ്ങാം, അല്ലെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോക്കിലാണെങ്കിൽ സ്റ്റോക്ക് വാങ്ങാം അല്ലെ. വാങ്ങിയിട്ട് സ്റ്റോപ്പ് ലോസ് ഒന്നുകിൽ ആ ക്യാൻഡലിന്റെ താഴെയോ അല്ലെങ്കിൽ CPRന്റെ താഴെയോ നമുക്ക് സെറ്റ് ചെയ്യാം. നല്ലൊരു വൈഡ് സ്റ്റോപ്പ് ലോസ് അവിടെ വരും. ആ എൻട്രി എടുക്കുമ്പോൾ അതിനുള്ള റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കുക. സോ അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡർ അല്ല എങ്കിൽ നമ്മൾ വീണ്ടും ചെറിയൊരു കൺഫർമേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഏകദേശം 50 പോയിന്റ് അടുത്തോളം എനിക്ക് തോന്നുന്നു നിഫ്റ്റിയിൽ സ്റ്റോപ്പ് ലോസ് കാണിക്കുന്നുണ്ട്. അതായത് പ്രീമിയത്തിൽ 25 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വരും. സോ നമുക്ക് ആ എൻട്രി എടുക്കാൻ അത്രമാത്രം അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡർ അല്ല എങ്കിൽ വീണ്ടും വെയിറ്റ് ചെയ്യുക. വെയിറ്റിന് ശേഷം മാർക്കറ്റ് വീണ്ടും സപ്പോർട്ട് ആ CPRന്റെ സോണിന്റെ അവിടെ വന്ന് എടുക്കുന്നുണ്ടോ നോക്കുക, അതായത് ടോപ്പ് സോണിന്റെ അവിടെ എടുക്കുന്നുണ്ടോ നോക്കുക. നമുക്ക് സിമ്പിൾ ആയിട്ട് അവിടെ കാണാൻ പറ്റും ഒരു സപ്പോർട്ട് അവിടെ എടുത്തു അല്ലെ, നല്ലൊരു വേറെ ബുള്ളിഷ് ക്യാൻഡിൽ അവിടെ വന്നിട്ടുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം, അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ സെല് ചെയ്യാം അല്ലെ. നമുക്ക് ലോങ് എൻട്രി അവിടെ എടുക്കാം. സോ ആ ലോങ് എൻട്രി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്, നമ്മുടെ ആ ഒരു CPR എന്ന് പറയുന്ന റേഞ്ചിന് താഴെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരിക അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷം ഒരു മിനിമം 1:2 എന്ന് പറയുന്ന ഒരു ട്രേഡ് നമ്മൾ കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ അവിടെ എൻട്രി എടുത്തതിന് ശേഷം നമുക്ക് 1:2 എന്ന് പറഞ്ഞിട്ട് ഒരു ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എക്സാക്ട്ലി നമുക്ക് ആ ഒരു ടാർഗറ്റ് മാർക്കറ്റ് തന്നു അല്ലെ. മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റിലേക്ക് വന്നു. സോ നമുക്ക് പ്രോഫിറ്റ് അവിടെ എന്ത് കിട്ടി, ഒരു 100 പോയിന്റ് നിഫ്റ്റിയിൽ കിട്ടി. അതായത് ഒരു 50 പോയിന്റ് നിഫ്റ്റിയിൽ നമുക്ക് പ്രീമിയത്തിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ആ പ്രോഫിറ്റ് അപ്പൊ നമ്മൾ രാവിലെ നമുക്ക് എത്രയാ പോയത്, നമുക്കൊരു 22 പോയിന്റ് പോയി അല്ലെ, 22-23 പോയിന്റ് നമുക്ക് പോയി. ഇപ്പൊ നമുക്കൊരു 50 പോയിന്റ് കിട്ടി. അപ്പൊ നെറ്റ് നമ്മൾക്ക് ഇന്നെടുത്ത 2 ട്രേഡും കൂടെ നോക്കുമ്പോഴത്തേക്കും ഒരു 27 പോയിന്റിന്റെ, ഇപ്പൊ നമുക്ക് ഇന്ന് രാവിലത്തെ 23 പോയി, ഇപ്പൊ ഒരു 50 പോയിന്റ് കിട്ടി. സോ ഒരു 27 പോയിന്റ് നമുക്ക് നെറ്റ് ഇന്ന് പ്രോഫിറ്റ് കിട്ടി അല്ലെ. സോ നമ്മളെ സംബന്ധിച്ച് ഇന്ന് CPRനെ ബേസ് ചെയ്ത് നമുക്ക് 2 ട്രേഡ് കിട്ടി. ഓക്കെ, സോ നമ്മൾ 2 ട്രേഡിൽ ഫസ്റ്റ് ട്രേഡ് ലോസ് ആയി, സെക്കൻഡ് ട്രേഡ് നമുക്ക് പ്രോഫിറ്റും ആയി. പ്രോഫിറ്റ് ആകുമ്പോൾ തന്നെ ഫസ്റ്റ് ട്രേഡ് ലോസ് കവർ ചെയ്യാനും പറ്റി, നമുക്ക് എക്സ്ട്രാ പ്രോഫിറ്റും കിട്ടി. സോ ഇന്നലെ എന്താ സംഭവിച്ചത്, ഇന്നലെ നമുക്ക് നാരോ റേഞ്ച് CPR ആയിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഊഹിക്കുന്നു ഒരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് ഡേ ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, സോ നമ്മളെ സംബന്ധിച്ച് ഇന്നലെ CPR ഇവിടെയാണ് ഉണ്ടായിരുന്നത്. പ്രൈസ് ഓപ്പൺ ചെയ്തതോ അതിന്റെ മുകളിലാണ് അല്ലെ. അതായത് പോസിറ്റീവ്നെസ്, CPRന്റെ മുകളിൽ പ്രൈസ് ഓപ്പൺ ആയി. പ്രൈസ് ഓപ്പൺ ആകുമ്പോൾ തന്നെ അതൊരു പോസിറ്റീവ്നെസ് ആണ്. സോ അടുത്തത്, അതായത് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ലൊരു ബൈയിങ് കണ്ടു. സോ അതും പോസിറ്റീവ് അല്ലെ. സോ പെട്ടെന്ന് പിന്നെ എന്താ സംഭവിച്ചത്, മാർക്കറ്റിനോട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഓട്ടോമാറ്റിക്കലി ആ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ പോസിറ്റീവ് സോണിൽ നിന്ന് മാർക്കറ്റ് നെഗറ്റീവിലേക്ക് വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു നോക്കുക. അതിനുശേഷം മാർക്കറ്റ് കൃത്യമായിട്ട് CPRന്റെ അവിടം വരെ വന്നതിന് ശേഷം ഒരു കൺസോളിഡേഷൻ ഒക്കെ കഴിഞ്ഞ് താഴെ വീണ്ടും ബ്രേക്ക് ചെയ്ത് CPRന്റെ അവിടെ വന്നതിന് ശേഷം എന്താ സംഭവിച്ചെന്ന് വളരെ വ്യക്തമായിട്ട് നോക്കിയേ കാണാൻ പറ്റും. അവിടെ സപ്പോർട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അല്ലെ. ആ 2 റെഡ് ക്യാൻഡിലിന്റെ താഴെ വിക്ക് കാണാം. അതായത് ബയ്യർ അവിടെ ആക്റ്റീവ് ആകാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഫെയിലായി. ആ ഒരു റെഡ് ക്യാൻഡിലിന്റെ മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിലും പോയിട്ടില്ല. സോ അവിടെ സപ്പോർട്ട് എടുത്തിട്ടില്ല. ഉടനെ തന്നെ അടുത്ത ക്യാൻഡിൽ എന്ത് സംഭവിച്ചു, ഒരു സോളിഡ് റെഡ് ക്യാൻഡിൽ എന്ത് ചെയ്തു, ആ CPRന്റെ റേഞ്ച് താഴേക്ക് ബ്രേക്ക് ചെയ്തു അല്ലെ. സോ പവർഫുൾ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ താഴെ തന്നു കഴിഞ്ഞു. സോ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എൻട്രി എടുക്കുന്നു. ആ ക്യാൻഡിലിന്റെ ബ്രേക്ക് ചെയ്ത ക്യാൻഡിലിന്റെ ലോ ക്ലോസ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ എൻട്രി എടുക്കുന്നു. എൻട്രി എടുത്തിട്ട് നമ്മൾ അതിന്റെ തൊട്ട് മേളിൽ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. ടാർഗറ്റ് നമ്മൾ ഒരു 1:2 സെറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ 1:2 സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എന്ത് കിട്ടി, ഏകദേശം ഒരു 90 പോയിന്റോളം നിഫ്റ്റിയിൽ പോയി. അതായത് പ്രീമിയത്തിൽ ഒരു 45 പോയിന്റ് നമുക്ക് പ്രോഫിറ്റ് കിട്ടും അല്ലെ. ഓക്കെ ആണല്ലോ. ഒരു 1:2 ട്രേഡ് നമുക്ക് അവിടെ സിമ്പിൾ ആയിട്ട് കിട്ടി അല്ലെ. CPRനെ ബേസ് ചെയ്തിട്ട് മാത്രം. നമ്മൾ CPRനെ ബേസ് ചെയ്ത് ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും CPRന്റെ പരിസരത്ത് വന്ന് പ്രൈസ് വന്നതിന് ശേഷം അവിടെ ബൈയിങ് സിഗ്നൽ അല്ലെ സെല്ലിങ് സിഗ്നൽ തരുമ്പോൾ മാത്രമേ നമ്മൾ എൻട്രി എടുക്കാറുള്ളൂ. സോ നമുക്ക് ഇന്നലത്തെ ട്രേഡിൽ ഒരു 45 പോയിന്റ്സ് കിട്ടി. ഇന്നത്തെ ട്രേഡ്സിൽ നമുക്ക് നെറ്റ് ഒരു 27 പോയിന്റ്സ് കിട്ടി അല്ലെ. ഇന്ന് 45 കിട്ടി. ഇന്ന് രാവിലെ നമുക്കൊരു 23 പോയി. അതിന് ശേഷം എടുത്ത ട്രേഡിൽ നമുക്ക് 27 കിട്ടി. സോ നമുക്ക് നെറ്റ് എത്ര കിട്ടി, ഇന്നലെ ഇന്നുമായിട്ട് 3 ട്രേഡിൽ നിന്ന് നമുക്ക് ഏകദേശം 7, 3, 10, 15, 5, 4, 9 അല്ലെ 95 പോയിന്റ് നമുക്ക് 3 ട്രേഡിൽ നിന്ന് നമുക്ക് കിട്ടി. 65 ക്വാണ്ടിറ്റിയാണ് നിഫ്റ്റിയുടെ ഒരു ലോട്ട്. സോ 65 × 95 നിങ്ങൾക്ക് കൂട്ടി നോക്കാം. സോ നമ്മൾ ഒരു ലോട്ട് എടുത്തവർക്ക് പോലും നമുക്ക് എന്തായാലും 95 പോയിന്റ് 3 ട്രേഡിൽ നിന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ ഇതുപോലെ നിങ്ങൾക്ക് ഇൻട്രാഡേയിൽ സക്സസ് ആകാനായിട്ട് സോ നിങ്ങൾ ഈ സ്ട്രാറ്റജി മാത്രം പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇത് മാത്രം നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾ ട്രേഡ് എടുത്ത് നോക്കൂ. നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നതായിരിക്കും.
നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, സോ കണ്ടന്റ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ്വർക്കിലേക്ക് നിങ്ങളത് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കണ്ടന്റുകൾ നമ്മൾ ഇനിയും കൊണ്ടുവരും. പോരാത്തതിന് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെയും ടെലിഗ്രാം ഗ്രൂപ്പിന്റെയും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെയും ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.